റോമാലേഖനം 8-28 വാക്യം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ സമയം ദൈവവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മുൻസ്ഥാനമുണ്ടെങ്കിൽ, കർത്താവുമായുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും നന്മയാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, നിങ്ങളാൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്തതോ എന്തും, ഏത് വിഷയമാവട്ടെ, ഈ സമയം ദൈവവചനം പറയുന്നു, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്താൽ വിളിക്കപ്പെട്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട്, ദൈവത്തെ മുൻസ്ഥാനം കൊടുത്ത് എല്ലാത്തിലും വലുതെൻ്റെ ദൈവമാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മുഴുവനും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഏത് പ്രതിസന്ധിയാണെങ്കിലും അത് നന്മയായി മാറും. ഈ സമയം നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം ഏതും ആകട്ടെ, നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തി, പ്രയാസപ്പെടുത്തി, ടെൻഷനാക്കുന്ന ഏത് വിഷയമാകട്ടെ, അത് നന്മയാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. ആകയാൽ ഈ സമയം ഒന്ന് ഉറപ്പോടെ എൻ്റെ ദൈവം നന്മയ്ക്കായി സകലതും മാറ്റുന്ന ദൈവമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്മയ്ക്കായി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.